എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. അതിന് തന്നെ മാതാവിനോട് ഒരായിരം നന്ദി പറയുവാണ്. കാരണം മാതാവ് ഈ ചാനലിൽ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ലൈവാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ലൈവിൽ ജോയിൻ ചെയ്യുന്നോ അവരുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. എത്ര വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ അതിലെല്ലാം അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. അമ്മ മാതാവിൻ്റെ ഇടപെടൽ എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. എത്രയോ അത്ഭുതങ്ങളാണ് മാതാവ് ലൈവിലൂടെ നടത്തുന്നത്. ചാനൽ ജോയിൻ ചെയ്ത് അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്ത് നിങ്ങളധികം ഭക്തിയോടുകൂടി തന്നെ ലൈവിൽ പങ്കെടുക്കുക. ലൈവിൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറുന്നുണ്ട്. എല്ലാവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനെ ഓർത്ത് അമ്മയ്ക്ക് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. ജപ്തി വക്കിലുണ്ടായിരുന്നവരുടെ ജപ്തി വരെ അമ്മ മാതാവ് ലൈവിലൂടെ ഒഴിവാക്കി എന്നുള്ളതാണ്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ അതീവ ശക്തമായിട്ട് തന്നെ ലൈവിൽ നടക്കുന്നുണ്ട്, അതീവ ശക്തമായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തന്നെ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് ലൈവിൽ പങ്കുചേരുക. ജോയിൻ ചെയ്തതിന് നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ ലൈവിൽ എല്ലാ ദിവസവും 7:30 വൈകിട്ട് 7:30 ലൈവ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈവിൽ നിർബന്ധമായിട്ട് പങ്കുചേരുക. അതുപോലെ തന്നെ അധികം ഭക്തിയോടുകൂടെ തന്നെ പങ്കുചേരുക. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്. ജോലി ഇല്ലാത്തവർക്കൊക്കെ ജോലി ലഭിക്കുന്നുണ്ട്. ലൈവിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടോ, എന്തെല്ലാം പ്രശ്നങ്ങൾ സമർപ്പിക്കുന്നുണ്ടോ ആ പ്രശ്നങ്ങളിലൊക്കെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ മാതാവ് നൽകിയിരിക്കുന്ന 3 പ്രോമിസ് ഉണ്ട്. ആരൊക്കെ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നോ അന്നേരം തൊട്ട് അവർ ആ പ്രോമിസിലാണുള്ളത്. 3 പ്രോമിസ് അമ്മ മാതാവ് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രോമിസ് എന്ന് പറയുന്നത് ദീർഘായുസാണ്. രണ്ടാമത്തെ പ്രോമിസ് എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവുമാണ് കുടുംബത്തിൽ. അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ചയും. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രോമിസാണ് നിങ്ങൾക്കൊരു അപകടവും കൂടാതെ അമ്മ മാതാവിൻ്റെ സംരക്ഷണവും. അതിനായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾ ലൈവിൽ പങ്കുചേരണം. അമ്മ മാതാവിൻ്റെ ഇടപെടൽ എല്ലാ മക്കളുടെ ആരൊക്കെ ചെയ്യുന്നുണ്ട് ആ മക്കളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. ഇത് മാതാവ് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ്. ആരൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടോ എല്ലാ മക്കളും ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കുചേർന്നതിന് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ഇട്ടതിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്ത് ഇന്ന് വൈകിട്ടുള്ള ലൈവിൽ നിങ്ങൾ ദയവ് ചെയ്ത് പങ്കുചേരുക. അമ്മയോട് നേരിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക. അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിലുണ്ടാവും. നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ അതിലെല്ലാം അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും, ഉറപ്പ് ഞാൻ പറയുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ അതീവ ഭക്തിയോടുകൂടെ തന്നെ പങ്കുചേരുക. അതുപോലെ തന്നെ പ്രാർത്ഥന മുഴുവനായിട്ട് നിങ്ങൾ പങ്കുചേർന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾ കമൻ്റായിട്ടിടുകയും ലൈവിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഈ മക്കൾ കടന്നു പോകുന്നത് അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം ഈ മക്കളെല്ലാവരും തന്നെ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നതാണ് അമ്മേ മാതാവേ. അമ്മയുടെ ഇടപെടലും ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. അമ്മ ഈ മക്കളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഇവരെ പൈശാചികപരമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ എടുത്തു നീക്കിക്കൊണ്ട് അമ്മയുടെ ഇടപെടൽ അവരുടെ കാര്യത്തിൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അവരുടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ കടബാധ്യതയൊക്കെ മാറിക്കൊണ്ട് അവർക്ക് കൂടുതൽ നല്ല സന്തോഷത്തോടും സമാധാനത്തോടും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറണമേ അമ്മേ മാതാവേ. ഇവർ ചെയ്യുന്ന ബിസിനസ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ചെയ്യുന്ന ബിസിനസ് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിലും അമ്മേ മാതാവ് അവരുടെ ബിസിനസ് നല്ല രീതിയിൽ ഉയർന്നു പോകുവാനും ഇവർക്ക് നല്ല രീതിയിലുള്ള നേട്ടങ്ങളിലൂടെ ഇവരുടെ ബിസിനസ് നല്ല രീതിയിൽ വളർന്നു വരുവാനും അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഇവരെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ഇവരുടെ ബിസിനസ്സിനെ ഇവരെ അനുവദിക്കരുത് അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളുടെ സാമ്പത്തിക ഉയർച്ച അമ്മ ഉയർത്തിക്കൊണ്ട് വരുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചികപരമായിട്ടുള്ള ബന്ധനങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലുണ്ട് എങ്കിൽ അമ്മ മാതാവ് ആ പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളൊക്കെ വിടുവിച്ച് കളയണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മ മാതാവ് ഉറപ്പ് നൽകിയൊരു കാര്യമാണ്, ആരൊക്കെ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നോ ആ മക്കളുടെ
കുടുംബം ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ, നിങ്ങളറിയാത്ത രീതിയിലുള്ള ബന്ധനങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ അയൽവക്കക്കാർ, മറ്റാരെങ്കിലും തരത്തിൽ നിങ്ങളെ ഇങ്ങനെ പൈശാചികപരമായിട്ടുള്ള ബന്ധനത്തിൽ നിങ്ങളുടെ കുടുംബത്തിനെ ഇതാക്കി ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അമ്മ മാതാവ് പൊട്ടിച്ച് ചിതറിച്ച് കളയുന്നതാണ്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ലൈവിലൂടെ, അത് അമ്മ മാതാവ് പ്രോമിസ് ചെയ്ത കാര്യമാണ്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. നിങ്ങളെല്ലാവരും ലൈവിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അമ്മ മാതാവെ, അനേകം മക്കൾ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനെ ഓർത്തും, അതുപോലെ തന്നെ അമ്മയോട് ജീവിതകാലം മുഴുവൻ ചേർന്ന് നിൽക്കുന്നതിനെ ഓർത്തും ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെയും അമ്മ അതുപോലെ തന്നെ കൂട്ടി യോജിപ്പിക്കണമേ. അമ്മ മാതാവെ, ഇവർക്കൊരു വിടുതൽ കൊടുത്തുകൊണ്ട് ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കൊണ്ട് സാമ്പത്തിക ഉന്നതി ഇവർക്ക് കൊടുക്കണമേ അമ്മ മാതാവെ. അതുപോലെ തന്നെ അമ്മ മാതാവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾക്ക് ജോലിയില്ല എങ്കിൽ അമ്മ മാതാവ് അവർക്ക് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവെ. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് അമ്മ മാതാവെ ട്രൈ ചെയ്യുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവെ. അതുപോലെ തന്നെ എക്സാം എഴുതുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ, എക്സാം എഴുതുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവെ. PSC എക്സാമിന് വേണ്ടി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവെ അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവെ. അമ്മ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മ മാതാവെ. അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ വിസ ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവെ. അതുപോലെ തന്നെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെയും കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവെ. അമ്മ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മ മാതാവെ. ഇവരുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലും അമ്മയുടെ ഇടപെടൽ ഉണ്ടാവുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മ മാതാവെ. അതുപോലെ തന്നെ അമ്മ മാതാവ്, ഈ ജോലി സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ, സാലറി ലഭിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, കുറച്ചും കൂടി സാലറി കൂട്ടി കിട്ടുവാനായിട്ട് താല്പര്യപ്പെടുന്ന മക്കൾ, ഇത്തരം മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവെ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവെ. അതുപോലെ തന്നെ നേഴ്സുമാരെ ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ്. അവരുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറിക്കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവെ. രോഗികളായിട്ടുള്ളവർ ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കളുടെ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിലും, മാതാപിതാക്കളും മക്കളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. സ്വത്ത് തർക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളിലൂടെ കടന്നു പോകുന്ന, ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മ മാതാവേ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. അതുപോലെ തന്നെ ഭവനം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നവർ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ ആഗ്രഹമനുസരിച്ച് അവർക്കൊരു ഭവനം ലഭിക്കാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. അമ്മ മാതാവ് എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവ് എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുന്നു.